യോഗ്യത കൊടുക്കാൻ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ ദൈവരക്ഷകനുമായ യേശുമിശിഹായുടെ ഉത്ഥാനനാളിൽ ഇപ്രകാരം സംഭവിച്ചു. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യരാണെന്നത് മൂലം എല്ലാവരും അറിയും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്ന പോലെയല്ല ഞാൻ നൽകുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളുടെ ദാസന്മാരെ വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ കേട്ടതില്ല, നിങ്ങളെ ഞാൻ അറിയിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവൻ. ലോകം നിങ്ങളെ രക്ഷിക്കുന്നതിന് മുമ്പേ തന്നെ എന്നെ രക്ഷിച്ചുവെന്ന് അറിഞ്ഞുകൊണ്ടുവൻ. നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തെ തെറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ലോകത്തെ തെറ്റെടുത്തത് കൊണ്ട് നിങ്ങൾ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഉദ്ധിതനായ ക്രിസ്തു ലോകത്തിനിറങ്ങിയ സമാധാനം കൊണ്ട് ഈ ലോകത്തെ മുഴുവനും ലോകത്തിൽ 4 ഭാഗങ്ങളെയും ആശീർവദിക്കണമേ എന്ന് നമ്മളെ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്ലീവാഘോഷം നടത്തുകയാണ്. ഭക്തിപൂർവ്വം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ആ സമാധാന പ്രദേശത്ത് നമ്മുടെ ലോകം മുഴുവനും എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കടന്നു പോകുന്ന രാജ്യങ്ങളിലും ജനങ്ങളുടെ മേലും വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ജാതികളെ രക്ഷിച്ച വിമോചനം ധാരത്താൽ ഭിന്നിതരെ ഐക്യപ്പെടുത്തിയ സ്നേഹവുമായ നീതു സംബോധനത്തിലെ അവ്യവസ്ഥിതി നീ ഇല്ലാതാക്കണമേ. നിന്റെ സ്ലീവായ സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും നിന്നേക്കും സ്തോത്രം ചെയ്യുവാനിടയാകണമേ. മഹാകാരുണ്യവാനായ കർത്താവേ, നിന്റെ എഴുന്നേൽപ്പിന്റെ ഈ ദിവസത്തിൽ നിന്റെ ബഹുമാനയോഗ്യമായ ഗാനങ്ങൾ ഞാൻ ആലപിക്കും.
സ്ലേബായാൽ രക്ഷിക്കപ്പെട്ട ജനങ്ങൾ നിന്റെ ഈ പെരുന്നാളിനെ സ്തോത്രം ചെയ്യും. ഞങ്ങൾ പ്രകാരം അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിന്റെ ഉയർപ്പിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വാഴണമേ. നിന്റെ സ്ത്രീമായി വന്നിപ്പാനും നിന്റെ ഉയർത്തിയെഴുപ്പിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ കർത്തൃത്വത്തെ എന്നേക്കും സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഞങ്ങളുടെ മരിച്ചുപോയവരെ നിന്റെ രാജ്യത്തിൽ ആനന്ദിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. യഹൂദന്മാർ കുരിശിത്തരച്ചവൻ മഹത്വത്തോടെ ഉയർത്തുവെന്നുള്ള വാർത്ത എല്ലാവരും പറഞ്ഞു. അജ്ഞാനികൾ അത് നിഷേധിക്കുന്നു. ഞങ്ങളാവട്ടെ ഇപ്രകാരം അപേക്ഷിക്കുന്നു. നിന്റെ സ്ത്രീകളുടെ പാർശ്വത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. നിന്റെ ഉയർപ്പിൽ നിന്നോട് അനുരൂപരാകുവാനും നിന്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുവാനും നിന്റെ സുവിശേഷോപദേശങ്ങൾ അനുഷ്ഠിക്കുവാനും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുവാനും നിന്റെ ന്യായപ്രമാണം അനുഷ്ഠിക്കുവാനും നിന്നെ സ്നേഹിച്ച നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ സങ്കേതപ്പെട്ട് സഹായം പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവരുടെ അപേക്ഷകൾ മൂലം ഞങ്ങൾക്കും ഞങ്ങളുടെ പരേതർക്കും പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിന്റെ ദിനത്തോട് കരുണ തോന്നണമേ. നിന്റെ വാസമുഖം തിരിക്കരുതേ. നിന്റെ ശ്രീമായ മഹത്വമേറിയുടെ ആൾക്കാർ ക്രിസ്ത്യജനത്തിന് ഔന്നത്യം നൽകണമേ. ഞങ്ങൾ പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗീയസേനകളോടുകൂടി പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സന്തോഷപൂർവ്വം നിന്റെ പെരുന്നാൾ ആചരിക്കുവാനും നന്മകളും വാഴ്വുകളും നിന്നിൽ നിന്ന് പ്രാപിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീവായാലും വിശുദ്ധന്മാരിൽ വസിക്കുന്ന നിന്റെ ശക്തിയാലും കോപത്തിന്റെ വടികളും സകല ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും
എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, രോഗികൾക്ക് പീഡിതർക്ക് വേണ്ടിയും എളിയവർക്കും ദരിദ്രർക്ക് വേണ്ടിയും അനാഥർക്കും വിധവകൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നിന്റെ ജനത്തിലും സഭയിലും ഇടവേലും മഹത്വമേറിയ നിന്റെ ശാന്തി സമാധാനം വസിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് എല്ലാവരും വിളിച്ചു ചൊല്ലുക. നാലാമത്തെ ഭാഗത്തുമായി ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് എല്ലാവരും വിളിച്ചു ചൊല്ലുക.
അവനെ തന്നെ ഞങ്ങളും ആരാധിക്കുന്നു. വിശ്വാസമുള്ള സഭയുടെ മക്കൾ നിന്നോട് അപേക്ഷിക്കുന്നു. സ്വർഗവാസികൾ ആരെ മഹത്വപ്പെടുത്തുന്നു, അവരെ തന്നെ ഞങ്ങളും മഹത്വപ്പെടുത്തുന്നു. മധ്യഭാഗത്തുള്ള ആരെ പുകഴ്ത്തുന്നു, അവരെ തന്നെ ഞങ്ങളും പുകഴ്ത്തുന്നു. അധോഭാഗത്തുള്ള ആരെ ആഘോഷിക്കുന്നു, അവനെ തന്നെ ഞങ്ങളും ആഘോഷിക്കുന്നു. പാപികളായ ഞങ്ങളുടെ അപൂർവം അപേക്ഷിക്കുന്നു.
സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, in the night.